നമസ്കാരം എല്ലാവർക്കും ഗാഡ്ജറ്റ്സ് ഓൺ മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ വന്ന് കമൻറ്റ് ചെയ്യാറുണ്ട്, നിനക്ക് ഇത്രയും ഫോണില്ലേടാ, ഒരെണ്ണം എനിക്ക് താടാ, എനിക്ക് അയച്ചതാ, ഞാൻ കാല് പിടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇമോഷണലി സംസാരിക്കുന്നവരുണ്ട്, ദേഷ്യത്തിൽ സംസാരിക്കുന്നവരുണ്ട്. അവരെല്ലാ പേരും ചോദിച്ച ഒരു ക്വസ്റ്റ്യനുമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണമെന്ന് ആഗ്രഹമുള്ള ഒരു ക്വസ്റ്റ്യനാണ്, എത്ര സ്മാർട്ട് ഫോൺസ് എൻ്റെ കയ്യിലുണ്ട്, എത്ര ഫോണുകൾ എൻ്റെ കയ്യിലുണ്ട് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ആർക്കും തന്നെ ഞാൻ എക്സാക്ട്ലി ഉള്ള ഒരു കണക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരികയാണ്. ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങളുമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനും, അത് മാത്രമല്ല എനിക്ക് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എടുത്ത് വിൽക്കാനോ നിങ്ങൾക്ക് തരാനോ പറ്റിയതല്ല ഈ ഒരു ഫോണുകൾ എന്നുള്ള കാര്യം എക്സാക്റ്റ് ആയിട്ട് ഓപ്പൺ ആയിട്ട് പറയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ കയ്യിലുള്ള എല്ലാ ഫോണുകളിലും എൻ്റെ കയ്യിലുള്ള ഒരു 80% ഓഫ് ഫോണുകൾ എനിക്ക് റിവ്യൂ യൂണിറ്റ് ആയിട്ട് കിട്ടിയതാണ്. അതായത് ഓരോ ബ്രാൻഡുകളിൽ നിന്ന് റിവ്യൂ യൂണിറ്റ് ആയിട്ട് കിട്ടിയതാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും എങ്ങനെയാണ് നമുക്ക് ഈ റിവ്യൂ യൂണിറ്റ് കിട്ടുക എന്നുള്ളത്. നമ്മൾ വീഡിയോസ് ഇടുന്നത് കൊണ്ട് ഓരോ ബ്രാൻഡുകൾ നമ്മൾ അപ്രോച്ച് ചെയ്യുകയും അല്ലെങ്കിൽ നമ്മൾ അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്ക് പറ്റുമെങ്കിൽ അവർ എല്ലാം തരുമെന്നൊന്നും ഉറപ്പൊന്നും പറയുന്നില്ല. അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് യൂണിറ്റുകൾ അയച്ചു തരും. നിങ്ങൾ ഈ കാണുന്നതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് ഇതാണ് നമ്മുടെ OnePlus 7 Pro. ഇതാണ് ഞാനിപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ OnePlus 7 Pro ആണ്. ഇത് ഒരു റിവ്യൂ യൂണിറ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഒരു ഫോൺ മിസ്സിംഗ് ആണ്, അതായത് OnePlus 7 മിസ്സിംഗ് ആണ്. അത് ഞാൻ വീട്ടിലിരിക്കുകയാണ്, ഞാൻ മറന്നുപോയി എൻ്റെ കാര്യം. രണ്ടാമത്തത്, ഞാൻ മേടിച്ചത് എൻ്റെ കാശ് കൊണ്ട്, എൻ്റെ യൂട്യൂബിൻ്റെ പൈസ കൊണ്ട് ഞാൻ EMI കൊടുത്ത് മേടിച്ച ഒരു ഡിവൈസ്, സാംസങ് ഗാലക്സി നോട്ട് 8. ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണൊന്നും ആവത്തില്ല, ചാർജ് കയറത്തില്ല. ഒന്നാമത്തെ കാര്യം, അതിൻ്റെ ചാർജർ കംപ്ലൈൻ്റ് ആയി. ചാർജറല്ല, ഇവിടുത്തെ ഈ പോർട്ട് കംപ്ലൈൻ്റ് ആയി, ചാർജ് കയറൂല. ചാർജ് കയറണമെന്നുണ്ടെങ്കിൽ 5 മണിക്കൂർ എടുക്കും. അത് മാത്രമല്ല, ചാർജ് ഡ്രെയിൻ ആവാൻ വേണ്ടിയിട്ട് സാംസങ് ഇറക്കിയ ഒരു ഡിവൈസ് ആണെന്നാണ് എൻ്റെ ഒരു. ചാർജ് ഡ്രെയിൻ ആവുന്നതിൻ്റെ അവാർഡൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നോട്ട് 8 കൊടുക്കാം. പിന്നീട് ഇതിനകത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എൻ്റെ കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, ഇവിടുത്തെ ക്യാമറയുടെ ഇവിടെ കുറച്ച് പൊട്ടിയിരിപ്പുണ്ട്, സ്ക്രീന് കുറച്ച് പൊട്ടി. ഈ സ്ക്രീനൊക്കെ നന്നാക്കണമെന്നുണ്ടെങ്കിൽ 15,000 രൂപ വേറെ കൊടുക്കണം. അപ്പോൾ ഞാൻ വാങ്ങിച്ച ഡിവൈസ് ആയതുകൊണ്ടും നമ്മുടെ മൈൻഡിൽ ഒരു ഇഷ്ടം കൊണ്ടല്ലോ, അതുകൊണ്ട് മാത്രം ഞാൻ വെച്ചേക്കുന്നതേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴേ വിറ്റ് മുടിച്ചേനെ ഈ സാധനത്തിന്. അപ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നീടുള്ളത് നമ്മുടെ OnePlus 60 പർപ്പിൾ എഡിഷൻ. അതായത് നമ്മുടെ OnePlus 60 ഇറങ്ങിയതിന് ശേഷം പിന്നീട് ഒരു എഡിഷൻ ഇറങ്ങി, അതാണ് OnePlus 60 പർപ്പിൾ എഡിഷൻ. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ലതാണ്, ഡുവൽ ക്യാമറയുണ്ട്, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജി അല്ലെങ്കിലും പക്ഷേ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജി എല്ലാം ആയിട്ട് കോപ്പപ്പ് ചെയ്യാൻ പറ്റിയ ഒരു ഡിവൈസാണ്. എനിക്ക് ഒരു തരത്തിലുള്ള പ്രശ്നം ഇത് യൂസ് ചെയ്തിട്ട് തോന്നിയിട്ടില്ല. ഇത് ഞാനിപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്നില്ല, ഇത് ഞാനിവിടെ മാറ്റി വെച്ചിരിക്കുകയാണ്, അല്ലാണ്ട് യൂസ് ചെയ്യുന്ന ഡിവൈസ് അല്ല. അപ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ OnePlus 60 നോർമൽ എഡിഷൻ, അതായത് ബ്ലാക്ക് നോർമലായിട്ട് ഇറങ്ങിയല്ലോ, ഇപ്പോഴും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള OnePlus 60. ഇതും റിവ്യൂ യൂണിറ്റ് ആണ്. നമ്മുടെ പർപ്പിൾ എഡിഷനും റിവ്യൂ യൂണിറ്റ് ആണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ബാക്കിലത്തെ ഈ ഗ്ലാസ് ബാക്ക് ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് നാൾ ഈ ഒരു ഫോൺ യൂസ് ചെയ്തു. OnePlus 7 Pro എൻ്റെ കയ്യിൽ കിട്ടുന്നത് വരെ ഞാൻ ഇതാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തത് നമ്മുടെ OnePlus 5T. നിങ്ങൾക്ക് അറിയാൻ പറ്റും, OnePlus 5T ഒരുപാട് നാൾ മുന്നേ ഉള്ളതാണ്. പക്ഷേ ഇപ്പോഴും എല്ലാ ലേറ്റസ്റ്റ് ഗെയിംസും ഒരു പ്രശ്നവും ഇല്ലാണ്ട് നമുക്ക് ഇതിനകത്ത് കളിക്കാനായിട്ട് പറ്റും. OnePlusൻ്റെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ളതും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ഡിവൈസാണ് OnePlus 5T എന്ന് പറയുന്നത്. അതിൻ്റെ ആ ഒരു ബാക്കിലത്തെ ബോഡിയും, ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ വാങ്ങാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ഡിവൈസാണ് കേട്ടോ ഇത്. Asus ZenFone Max Pro M2, അതാണ് ഈ ഇരിക്കുന്നത്. ഈ ഒരു യൂണിറ്റ് കിട്ടിയപ്പോഴേ എൻ്റെ ബാക്കിൽ കുറച്ച് അഴുക്കും സ്ക്രാച്ചും കാര്യങ്ങളൊക്കെയാണ്. ഇത് ഞാൻ എത്ര തുടച്ചിട്ടും പോകുന്നില്ല. ഈ ഒരു ഡിവൈസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏറ്റവും നല്ല ഒരു എന്താ പറയുക, M സീരീസിൽ ഏറ്റവും നല്ല ഡിസൈൻ വന്നിട്ടുള്ള ഡിവൈസാണ്. അത് മാത്രമല്ല നല്ല ഒരു പ്രീമിയം ഒരു ഫീല് തരുന്ന ഒരു ഡിവൈസാണ്. എനിക്കിതും നല്ല ഇഷ്ടപ്പെട്ട ഡിവൈസാണ്. ഇനി നമ്മൾ അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ Asusൻ്റെ ZenFone 6. ഇപ്പോൾ കറൻ്റ്ലി ഞാൻ സെക്കൻഡറി ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഒരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ഡിവൈസിനോട്. ഇത് 2 ആഴ്ച കഴിയുമ്പോൾ അടുത്ത ബുധനാഴ്ച എനിക്കിത് റിട്ടേൺ അയക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇതോടൻ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോവും. ഇതും റിവ്യൂ യൂണിറ്റ് ആണ്. അടുത്തത് നമ്മുടെ OnePlus 60 McLaren എഡിഷൻ.
ഇത് ഒരു നല്ലൊരു ബീസ്റ്റ് ഡിവൈസാണ്. അതായത് 10 GB റാമൊക്കെ വരുന്ന ഒരു സംഭവമാണ്. എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടതാണ്. ഇതിൻ്റെ ഈ ഡിസൈനും ഇതിൻ്റെ ആ ഒരു പെർഫോമൻസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതും റിവ്യൂ യൂണിറ്റാണ്. പിന്നീട് ഞാൻ പൈസ കൊടുത്ത് പബ്ജി കളിക്കാൻ വേണ്ടി മേടിച്ച നമ്മുടെ ഐപാഡ്. ഞാൻ പബ്ജി കളിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാശ് കൊടുത്ത് മേടിച്ചൊരു സാധനമാണ്. എനിക്കിപ്പോഴും ഒരു പ്രശ്നവും വന്നിട്ടില്ല. നല്ല പെർഫോമൻസ് ആണ്, സൂപ്പർ പെർഫോമൻസ് ആണ്. 2017 ഐപാഡ് ആണെങ്കിലും വേറെ ലെവൽ പെർഫോമൻസ് ആണ്. ഒരു തരത്തിലുള്ള പെർഫോമൻസിൻ്റെ ഒരു പ്രശ്നങ്ങളൊന്നും തന്നെ ഇതുവരെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പേഴ്സണലി വേറെ ലെവൽ സാധനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു എന്താ പറയുക, എൻ്റെ ഫേവറേറ്റ് ആണ്. കാരണം ഇപ്പോൾ ഞാൻ പബ്ജി കളിക്കാൻ ഉപയോഗിക്കില്ലെങ്കിലും ഞാനിപ്പോൾ നെറ്റ്ഫ്ലിക്സ് കാണാനാണ് ഉപയോഗിക്കുന്നത്. എൻ്റെ ഫേവറേറ്റ് സീരീസ് ഇപ്പോൾ അണ്ടർ ദ ഡോം കാണും, പിന്നീട് ദ 100 കാണുമായിരുന്നു. അപ്പോൾ സീസൺ 6 കഴിഞ്ഞു. ഇനി അടുത്ത സീസൺ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള എപ്പിസോഡ് കാണാൻ പറ്റുള്ളൂ. പിന്നീട് ദ സൂ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമുണ്ട്. പിന്നീട് സ്ട്രേഞ്ചർ തിങ്സ് മൊത്തം കണ്ടു കഴിഞ്ഞു. സീക്രട്ട് ഗെയിംസ് ഒന്നും ഞാൻ കാണാറില്ല. പിന്നെ ഫ്രണ്ട്സ് കാണും ഇടയ്ക്ക്. ഇത്രയും ഞാൻ കാണാറുള്ളൂ. ഇപ്പോൾ ഒരു നെറ്റ്ഫ്ലിക്സ് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ഡിവൈസ് എന്നുള്ള ലെവലിലാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. നെറ്റ്ഫ്ലിക്സി ഐപാഡാണ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് ഞാൻ പൈസ കൊടുത്ത് മേടിച്ചതാണ്. അപ്പോൾ ഞാൻ പൈസ കൊടുത്ത് മേടിച്ചത് നോക്കിക്കഴിഞ്ഞാൽ ഇത് മാത്രമാണ് എൻ്റെ കയ്യിലുള്ളത്. അതായത് ഇത് രണ്ടുമാണ് എൻ്റെ സ്വന്തം. ഒരു ഫോണെന്ന് പറയുന്നത് നോട്ട് 8, ഒരു ഐപാഡ് എന്ന് പറയുന്നത് ഇത് രണ്ടും മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. വേറെ എനിക്കൊരു സെക്കൻഡറി ഡിവൈസായിട്ട് യൂസ് ചെയ്യാനോ ഒന്നും എൻ്റെ കയ്യിലില്ല. ബാക്കിയുള്ളതായിരിക്കുന്നതെല്ലാം റിവ്യൂ യൂണിറ്റാണ്. ഇതെല്ലാം റിവ്യൂ യൂണിറ്റാണ്. എല്ലാം ഈ ഇരിക്കുന്നതെല്ലാം ഇതെല്ലാം 1-2 മാസം കഴിയുമ്പോൾ എല്ലാം ഓരോരുത്തരുടെ അല്ലെങ്കിൽ ബ്രാൻഡുകളുടെ അടുത്തേക്ക് പോകാൻ ഇരിക്കുന്ന ഡിവൈസാണ്. ഒന്നും എൻ്റെതല്ല. അപ്പോൾ നിങ്ങൾ ആ ഒരു ഡൗട്ട് നിങ്ങളെല്ലാവരും മാറ്റണം. നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് പറയാറുണ്ട്, നിനക്ക് ഇത്രയും ഫോണില്ലേടാ പട്ടി, ഒരെണ്ണം എനിക്കിതാ എന്നൊക്കെ ഒരാൾ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അവരുടെ അടുത്തൊക്കെ പറയാനുള്ളത്, ആകെ എൻ്റെ ഉള്ള സാധനം ഇതാണെങ്കിൽ ഒരു ശോകാവസ്ഥയാണ്, വർക്കൂലാവൂല. ഇതെല്ലാം പോയി കഴിഞ്ഞാൽ ഞാൻ എന്തെടുത്ത് യൂസ് ചെയ്യുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതിനു മുന്നേ എനിക്കൊരു പുതിയൊരു ഫോണും കൂടി മേടിക്കണം. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ്. കാരണം ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല, തീർന്നു ഈ സാധനത്തിൻ്റെ കാര്യം. നമ്മൾ 65,000 രൂപ കൊടുത്തിട്ടും 2 വർഷം പോലും ലാസ്റ്റ് ചെയ്യാത്ത ഒരു ഭയങ്കര വിഷമമുണ്ട് എനിക്ക്. ഞാൻ ഇത്രയും പൈസ ഇതിലേക്ക് മുടക്കിയാൽ എനിക്ക് നല്ല വിഷമമുണ്ട്. പിന്നീട് ഐപാഡ്, ഇത് രണ്ടും മാത്രമേ എൻ്റെ സ്വന്തമായിട്ടുള്ളൂ. ബാക്കിയെല്ലാം വല്ലവരുടേതുമാണ്. സോ OnePlusനുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടുത്ത ലോഞ്ച് വരെ നമുക്ക് ഒരു ഫോൺ യൂസ് ചെയ്യാൻ തരും. അത് കഴിഞ്ഞിട്ട് ആ ഫോൺ തിരിച്ചു വാങ്ങത്തുള്ളൂ. അതൊരു നല്ല കാര്യം. അതുകൊണ്ട് ജീവിച്ചു പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്ത് തരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുപിടുന്നവരേക്കും ബൈ.